ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ വിചാരണ കോടതി വിധി ശരിവെച്ച് ഹൈക്കോടതി 2 പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കി. കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയാണ് റദ്ദാക്കിയത്. CPM നേതാവ് കുഞ്ഞനന്ദനെ ശിക്ഷിച്ച വിധിയും കോടതി ശരിവെച്ചു. RMP നേതാവായിരുന്ന ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. CPM തന്നെയാണ് ഇതിൽ പ്രതിയെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായി വിധി കേട്ട ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെ രമ പ്രതികരിച്ചു. ഒരു നാടിന് വേണ്ടിയിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചു. അത് ഈ നാട്ടുകാർക്ക് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞവരെ വെട്ടിക്കൊല്ലരുത് തെരുവിൽ എന്നുള്ളതിന്റെ മുന്നറിയിപ്പ്. ഒരു മനുഷ്യനും ഒരാളും ഇതുപോലെ തെരുവിൽ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇത് എല്ലാവർക്കുമുള്ള താക്കീതാണ്. ഇതിന്റെ ഞാൻ അവസാനത്തെ ഗൂഢാലോചന, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് അത് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഇനിയുള്ള പോരാട്ടം. ഇപ്പൊ ഏരിയ കൃഷ്ണനൂടെ ഉൾപ്പെട്ടതോടുകൂടി പാർട്ടിയുടെ പങ്ക് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അത് മുകളിൽ നിന്നുള്ള ആലോചന ഇല്ലാതെ ഒരു വലിയ തലച്ചോർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാതെ ഇത് നടക്കില്ല. ആ തലച്ചോർ കണ്ടെത്തണം. ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ്. കുലംകുത്തികളാണ് എന്നാണ് ഞങ്ങളെ പിണറായി വിജയൻ വിളിച്ചത്. ഞങ്ങൾ കുലംകുത്തികളല്ല, ഞങ്ങൾ യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന്. ഈ കുലംകുത്തികൾ ആരാണ് എന്നുമാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏറെ വൈകാരികമായിട്ടാണ് കെ രമ വിധി കേട്ട ശേഷം പ്രതികരിച്ചത്. അതായത് നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട കെ കൃഷ്ണനെയും ജ്യോതി ബാബുവേയും വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം CPM നേതാവ് കുഞ്ഞനന്ദനെ ശിക്ഷിച്ച വിധിയും കോടതി ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും നിയമ പോരാട്ടം തുടരുമെന്ന് കെ രമ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ ആസൂത്രകർ, CPM ഉന്നതർ അടക്കമുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ പങ്ക് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് RMPയുടെ തീരുമാനം, കെ രമയുടെ തീരുമാനം. എന്തായാലും ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ ഡാനി? ഇതിൽ എടുത്തു പറയേണ്ടത് 2 പേരെ കൂടി, അതായത് ആദ്യ ഘട്ടത്തിൽ വിചാരണ കോടതി ഒഴിവാക്കിയ 2 പേരെ കൂടി വീണ്ടും ഇത് പരിധിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. അതായത് വിചാരണ കോടതിയിൽ ഈ ഘട്ടത്തിൽ 2 പേരെ ഒഴിവാക്കിയിരുന്നു, 24 പേരെ ഒഴിവാക്കിയിരുന്നു. അതിൽ 2 പേർ ഇതിൽ കുറ്റക്കാരാണ് എന്നതിൽ മുന്നിലേക്കാണ് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പരിധിവരെയും കെ രമ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അവരുടെ നിലപാടുകളുടെ വിജയം എന്ന് തന്നെ പറയാം. കാരണം അതുകൊണ്ട് ഈ പ്രതികൾ സമർപ്പിച്ച അവരുടെ ശിക്ഷ ഇളവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി അത് തള്ളിയിരിക്കുന്നു. ഒപ്പം രമ ആവശ്യപ്പെട്ടിരുന്നത് ഇവരുടെ ഈ ശിക്ഷാവിധി, അവരുടെ ആ ശിക്ഷയുടെ കാഠിന്യം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അത് പരിഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ചെയ്തിരിക്കുകയും ചെയ്തത്. ഇവരുടെ ശിക്ഷ കൂട്ടണമോ എന്ന കാര്യത്തിലടക്കം 26-ന് കോടതി ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കും. അന്ന് ഈ കേസിൽ ഈ ശിക്ഷിക്കപ്പെട്ടതും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ പ്രതികൾ ഇവരെല്ലാവരും തന്നെയും കോടതിയിൽ ഹാജരാകുകയും വേണം. ഒപ്പം കോടതിയിൽ ഈ നിലവിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷയിൽ കഴിയുന്നവർ ഇവരുടെ ജയിലിലെ, അതായത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഒരു കാലയളവ് ജയിലിൽ ഒരു നല്ല നടപ്പ്, അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പരിഗണിച്ച ശേഷം തന്നെയായിരിക്കും കോടതി അവരുടെ ശിക്ഷ ഇനി അത് വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിലടക്കം തീരുമാനിക്കും. അവിടെയാണ് ടോം ചോദിച്ചപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ, വസ്തുതകൾ വെളിവാകുന്നത് ശിക്ഷാവിധിയിലടക്കം ഇപ്പോൾ പുറത്തു വന്നുള്ള ഹൈക്കോടതിയുടെ വിധി പകർപ്പിൽ പ്രധാനമായും തന്നെ കാണിക്കുന്നത് ഇവർ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന സമയത്ത് ഉണ്ടാക്കിയ വിഷയങ്ങളുണ്ട്. നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് ഈ പ്രതികളെല്ലാവരും തന്നെയും ചെന്നെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അടക്കമുള്ള ഹൈക്കോടതിയുടെ ശ്രദ്ധ അതിലേക്കെല്ലാം തന്നെ പതിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഹൈക്കോടതി വിധി പരിശോധിക്കുന്നത് മനസ്സിലാകുന്നത്. ഇവർ പല കേസുകളിലടക്കം പിന്നീട് പ്രതിപട്ടികയിലേക്ക് വരികയും ചെയ്തിട്ടുള്ള പ്രതികളാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് അടക്കം വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് ഇനി പരിഗണിക്കുമ്പോൾ 26-ന് പരിഗണിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് വരും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ശിക്ഷയുടെ കാഠിന്യം കൂട്ടണമോ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഒപ്പം തന്നെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട CPMന്റെ നേതാവ് പി മോഹനെ ഇതിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് കെ രമ ഇതിൽ ഹൈക്കോടതിയിലേക്ക് അടക്കം പോകുന്നത്. പക്ഷേ മോഹനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയ കാര്യം ഹൈക്കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ
അത്തരം തീരുമാനത്തിൽ ഇത്തരം ചോദ്യം ചെയ്തുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KK രമ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലടക്കം തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കേസിൽ തുടക്കം മുതൽ ആരോപണ വിധേയനായിരുന്നു കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ. അദ്ദേഹത്തിനെതിരെയാണ് തുടക്കം മുതൽ RMPയും KK രമയും അടക്കം ആരോപണം ഉന്നയിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയടക്കം പി മോഹനന് പങ്കുണ്ടെന്ന് കൃത്യമായ വിവരങ്ങൾ സഹിതമുള്ള ചില ആരോപണമായിരുന്നു RMP നേതൃത്വം ഉന്നയിച്ചത്. പക്ഷെ എന്തായാലും ഈ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ പി മോഹന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യമായ കാര്യം കാരണം വെറുതെ വിട്ട നടപടി ശരിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഹൈക്കോടതിയിൽ തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തന്നെ ആയിരിക്കുമോ തീരുമാനം? KK രമ ഇന്ന് ഇതിനോട് പ്രതികരിച്ചത് KK കൃഷ്ണയും അതോടൊപ്പം തന്നെയും ജ്യോതി ബാബുവിനെയും ഇതിലേക്ക് പ്രതി ചേർക്കുന്നത് തീർച്ചയായും അത് പി മോഹനിലേക്കുള്ള ചൂണ്ടുപലക തന്നെയാണ് എന്നവർ പറയുന്നു. കാരണം ഈ കീഴ്ഘടകങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അറിവുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ പി മോഹൻ പോലെ ആ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നവർക്കെല്ലാം തന്നെയും ഇതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ ആസൂത്രണത്തിൽ പങ്കാളിത്തമുണ്ട്, അറിവുണ്ട് എന്ന കാര്യത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് സഹായകരമാകുന്ന രീതിയിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെന്നെത്തുവാനായിട്ട് ഇപ്പോഴത്തെ ഈ വിധി കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യവഹാരങ്ങൾ തുടരാൻ, ഈ നിയമ പോരാട്ടം തുടരാൻ തന്നെ അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതലായും തന്നെയും ഈ പി മോഹനെ ഒഴിവാക്കുമ്പോൾ പ്രാദേശിക ഘടകങ്ങളിലെ നേതാക്കളാണ് ഇതിൻ്റെ ഇപ്പോൾ പ്രസ്ഥാനത്തേക്ക് അടക്കം വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ പങ്ക് തെളിയപ്പെടുകയാണെങ്കിൽ അത് പി മോഹനിലേക്കുള്ള വഴി തുറക്കും എന്ന് തന്നെയാണ് KK രമ പറയുന്നതും വിശ്വസിക്കുന്നതും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് രീതിയിലാണ് അത്തരം കാര്യങ്ങൾ ഇനി കേസിൻ്റെ നടത്തിപ്പ് മുന്നോട്ട് പോകുന്നതെന്ന്. ഹൈക്കോടതിയിലോ അതോ മേൽക്കോടതി സുപ്രീം കോടതിയിലോ ഇത്തരം ഈ നിയമ പോരാട്ടം തുടരുവാനുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. 26-ന് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഈ പ്രതികളെല്ലാവരെയും തന്നെ ഹൈക്കോടതി മുന്നിലേക്ക് വരുന്നു. ഒപ്പം തന്നെയും നിലവിലുള്ള പ്രതികളുടെ അവർക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയുടെ കാര്യത്തിലടക്കം കോടതി തീരുമാനമെടുക്കും. എന്തായാലും ശിക്ഷ ഇളവ് ചെയ്യില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. കാരണം അവരുടെ ഹർജി തള്ളിയിരിക്കുന്നു. മറിച്ച് ശിക്ഷയുടെ കാഠിന്യമടക്കം കൂട്ടണമോ എന്ന കാര്യത്തിലടക്കം കോടതിയുടെ പരിശോധനകൾ നടക്കും. അത് സംബന്ധിച്ച കോടതിയിൽ നടത്തുന്ന നിരീക്ഷണങ്ങളും നിഗമനങ്ങളും എല്ലാം തന്നെയും വളരെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും. ഈ കേസിനെ മുന്നോട്ട് പോക്കിൽ അതെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള ഘടകങ്ങളാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധിയാണ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. 2 പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിരിക്കുന്നു. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയാണ് റദ്ദാക്കിയത്. എന്നാൽ ഈ സംഭവത്തിന് ഈ വിധിക്ക് ശേഷം ഏറെ വൈകാരികമായിട്ടായിരുന്നു KK രമയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായത്. ഈ CPM തന്നെയാണ് ഇതിൽ പ്രതിയെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായിട്ടാണ് KK രമ പ്രതികരിച്ചത്. പക്ഷേ CPM നേതൃത്വം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിധിയെ സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാർട്ടിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമായി എന്ന്. കാരണം പി മോഹനെ, CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനെ വേട്ടയാടാൻ പല രീതിയിൽ ശ്രമിച്ചിരുന്ന ഒരു കൊള്ളക്കാരനെ പോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതടക്കമുള്ള കാര്യങ്ങൾ കേരളം മറന്നിട്ടില്ല എന്നാണ് CPM പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ CPMനെ സംബന്ധിച്ച് ഈ പി മോഹനെ വെറുതെ വിട്ട നടപടിക്കെതിരെ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ തള്ളിയ നടപടിയാണ് CPM നേതൃത്വം ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.